ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെറ്റ് വളയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ബേസാണ് എടുത്തിരിക്കുന്നത്. 2.6 ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എനിക്ക് ഈ അളവാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സെറ്റ് വളയാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞു തരാം. ഇതേപോലെയാണ് വള ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എത്രയെന്ന് പറഞ്ഞാൽ 12 കാണും. ഒരു സെറ്റിൽ 12 ആണല്ലോ നമുക്ക് സാധാരണ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു സെറ്റ് ഞാൻ എടുത്തിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഫുള്ള് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ ദാ ഇങ്ങനത്തെ ഒന്ന് എടുത്തിരിക്കുകയാണ്. അതിന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലത്തെ ഒരു റെഡ് കളറിലുള്ള സിൽക്ക് ത്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ സിൽക്ക് ത്രെഡ് വന്നിട്ട് അതിൻ്റെ റേറ്റ് എനിക്ക് വലിയ പിടിയില്ല. വളയ്ക്ക് വന്നിട്ട് ബേസിന് 35 രൂപയാണ് കേട്ടോ ഒരു ഫുള്ള് ബേസിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ സിൽക്ക് ത്രെഡ് എടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ മുമ്പ് ആരി വർക്ക് ക്ലാസ്സിന് പഠിച്ചിട്ടിരുന്നപ്പോഴേക്കും വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ പിന്നീട് ഞാനത് ഉപയോഗിക്കാതെ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എൻ്റെ റേറ്റ് എനിക്ക് വലുതായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇതേപോലെ പിന്നെ ഏതെങ്കിലും ബോക്സിൻ്റെ അടപ്പോ ഇല്ലെങ്കിൽ കാർഡ്ബോർഡോ നമ്മുടെ റൈറ്റിംഗ് ബോർഡോ ഒക്കെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ 10 റൗണ്ടാണ് ചുറ്റിയെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഇത്രയും നീളത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലും നീളത്തിന് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ എനിക്ക് ഇത്രയും മതി, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത്. അതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ടൊന്ന് ലെവലൊന്ന് പിടിച്ച് നോക്കണം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ തുമ്പിൽ പിന്നെ കുറച്ച് പശ തേച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വളയുടെ നമ്മൾ എവിടെയാണോ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് അവിടെ തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക് നൂലിൽ തന്നെ തേച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ നൂലിലാണ് തേച്ച് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കണം. വള ഫുള്ള് ഇങ്ങനെ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കണം കേട്ടോ. നല്ല നീറ്റായിട്ട് ചുറ്റിയെടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫസ്റ്റ് പശ തേച്ചിരിക്കുന്ന ഭാഗത്ത് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ അത് പെട്ടെന്ന് തന്നെ നൂലായത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി വരും കേട്ടോ. അപ്പം ഞാനത് അവിടെ ടൈറ്റായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതേപോലെ നല്ലതുപോലെ ടൈറ്റായിട്ട് പിടിച്ച് ഇങ്ങനെ കെട്ടി കൊടുക്കണം കേട്ടോ. സൈഡിൽ ഇങ്ങനെ ചരിച്ച് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു രണ്ട് മാസത്തിന് മുമ്പ് ഞങ്ങളുടെ ഫാമിലി ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സ് എൻ്റെ മോക്കാണ് എടുത്തത്. അപ്പോൾ അവൾക്ക് ഇതുപോലെ ഡ്രസ്സിന് മാച്ചിന് വള എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോയി കേട്ടോ. അപ്പോൾ മെറ്റലിൻ്റെ വളയൊന്നും ആ കളറിൽ കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഒരു സെറ്റിലിങ്ങനെ നോക്കിയപ്പോഴേക്കും ഇതേപോലെ ത്രെഡ് വെച്ച് ചെയ്ത കുറച്ച് സെറ്റ് വളകളിരുന്നു. അതിൽ ഡ്രസ്സിന് മാച്ചായിട്ട് ഒരു സെറ്റ് കിട്ടി കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാനത് എടുക്കുകയും ചെയ്തു. എടുത്തിട്ട് റേറ്റ് ചോദിച്ചപ്പോഴേക്കും അവർ ഒരു സെറ്റിന് 120 രൂപ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു 120 രൂപയാ ഇത്രയും എന്ന് വെച്ചാൽ 12 120 രൂപ ത്രെഡ്. അപ്പോൾ അവർ ചോദിച്ചപ്പം അവർ പറഞ്ഞു വർക്ക് ചെയ്തതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത്, ത്രെഡ് വർക്ക് ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ആ കളർ വേണം എന്നുള്ളത് കൊണ്ട് ഞാനത് ശരിയെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കേട്ടോ. വാങ്ങിച്ചതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഞാനത് നോക്കിയപ്പോഴേക്കും നമ്മൾ സാധാരണ നമ്മൾ നൂല് വെച്ച് അവരെങ്ങനെ ചുറ്റി എടുത്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു, അപ്പം നമുക്കിത് ചെയ്യാമായിരുന്നല്ലോ. ഇതിൻ്റെ അടുത്ത് ബേസും വളയുടെ ബേസും ഉണ്ടായിരുന്നു, അളവും കറക്റ്റായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. നമ്മളിപ്പം കഥ പറയേണ്ട ഇടയിൽ വള ചുറ്റി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഗോൾഡൻ കളറിലുള്ള ഇങ്ങനത്തെ ജരി ത്രെഡാണ് കേട്ടോ. ഇതിന് ജരി ത്രെഡ് എന്നാണ് പറയുന്നത്, വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ആരി വർക്ക് ക്ലാസ്സിൽ ജരി ത്രെഡ് എന്നാണ് അവർ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഗോൾഡൻ കളറ്. ഇപ്പോൾ ഇതില്ലെങ്കിൽ ഇങ്ങനെ ഗോൾഡ് കളറിലുള്ള സിൽക്ക് ത്രെഡ് ആയാലും മതി കേട്ടോ. അപ്പം ഇതും അതുപോലെ ഞാൻ റൗണ്ട് ചെയ്ത് ചുറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് അതിലെങ്ങനെയാണോ ചെയ്തത് അതുപോലെ നൂല് ഒന്ന് ഇങ്ങനെ ഷേപ്പാക്കിയതിന് ശേഷം അവിടെ ലെവലാക്കി കൊടുത്തിട്ട് ഒന്ന് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വളയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒന്ന് ഇടവിട്ട് ഇങ്ങനെ ചരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും.
പിന്നെ ഫസ്റ്റ് തുടക്കം ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് സമയം കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇങ്ങനെ ഒരു സൈഡ് വിട്ട് അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നീറ്റായിട്ട് ചെയ്യണം കേട്ടോ. കുറച്ച് നല്ല ടൈറ്റായിട്ട് പിടിച്ച് നല്ല നീറ്റായിട്ട് ചെയ്തെടുത്താൽ സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ എന്ന് ഞാൻ അത് വിചാരിച്ചു. പക്ഷെ എന്ത് പറയാനാ, മടി കാരണം അത് ചെയ്തില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, കയ്യിൽ ആ വള ഇടുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കും ചെയ്യണമെന്നങ്ങ്. എന്നിട്ട് ഇതുവരെ ഞാൻ ചെയ്തില്ലായിരുന്നു. ഇന്നാണ് ശരി, പെരുന്നാൾ നോമ്പൊക്കെ കഴിഞ്ഞ് ഇനി പെരുന്നാളൊക്കെ വരുമല്ലോ, അപ്പോഴേക്കും നമുക്ക് എന്തായാലും ഡ്രസ്സ് എടുക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമുക്ക് വളയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യാണ് കേട്ടോ. പക്ഷേ ഡ്രസ്സ് റെഡ് തന്നെ കിട്ടുമോയെന്ന് അറിയില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിന്നെ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ വളയൊക്കെ ചെയ്യുന്നവരൊക്കെ നല്ല പെർഫെക്ഷനായിട്ട് നല്ല നീറ്റായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു അപാകതകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തില്ലേ, അപ്പോൾ അതേപോലെ അങ്ങ് ചെയ്യാൻ പറ്റും. ഇതിൽ വളം ഉണ്ടാക്കുന്നതിലൊന്നും വളരെ വലിയ എക്സ്പേർട്ടൊന്നും അല്ല, എന്നാലും നമ്മൾ തെറ്റിപ്പോ നമുക്ക് ചെയ്യാമല്ലോ. പിന്നെ കടയിൽ പോയി വാങ്ങിച്ച് വെറുതെ പൈസ കളയുന്നതിനും കാട്ടിയിട്ട് ഇതേപോലെ ഞാൻ 6 എണ്ണം ഇതേപോലെ സെറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, 6 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം ഇനി അതിലൊരു 6 സെറ്റ് ഉണ്ടല്ലോ, 6 വളം ഉണ്ടല്ലോ. അതിൽ നമുക്ക് ഇതേപോലത്തെ മൾട്ടി സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. മൾട്ടി സ്റ്റോൺ ചെയിൻ തന്നെ വേണമെന്നൊന്നുമില്ല, വൈറ്റോ ഗോൾഡോ ഏത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ വള വാങ്ങിച്ചപ്പോഴേക്കും എനിക്ക് ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ മൾട്ടി കളർ സ്റ്റോൺ ചെയിൻ അവിടെ ഇങ്ങനെ ഭയങ്കര തിളക്കത്തിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ആ വള എടുക്കാൻ മെയിനായിട്ടുള്ള കാരണം. അപ്പം ഞാൻ വിചാരിച്ചു ഇതിലും അത് തന്നെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ എടുത്തത് കേട്ടോ. പക്ഷേ ഫൈനൽ ലുക്ക് സൂപ്പറായിട്ടാണ് കിട്ടിയത് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സ്റ്റോൺ ചെയിൻ ഞാൻ ഇങ്ങനെ റൗണ്ട് ചെയ്ത് മാത്രമേ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് സ്റ്റോൺ ഇങ്ങനെ ഇളകി പോകുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഗോൾഡ് ത്രെഡോ ഒക്കെ വെച്ച് ഇതുപോലെ ഒന്ന് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ബ്ലൗസൊക്കെ ചെയ്യുമ്പോഴേക്കും മുത്തിൻ്റെ ഇടയിലൊക്കെ നമ്മൾ തച്ച് കൊടുക്കൂല, അതേപോലെ ഒന്ന് ചുറ്റി ഒന്ന് കൊടുത്തൊന്ന് എടുത്താൽ കുറച്ചും കൂടെ ടൈറ്റായിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മൾ ഇടുമ്പോഴേക്കും പെട്ടെന്ന് ഇളകി പോകില്ല. ഞാനിത് ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇത് ഉണങ്ങിയിട്ടൊന്നുമില്ല, രണ്ടായിട്ട് ഇങ്ങനെ ഒട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ വെപ്രാള കേസായതുകൊണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അതിങ്ങനെ എടുത്ത് ഞാൻ കാണിക്കുകയാണ്. പക്ഷേ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇനി സമയം വേണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് വെച്ചിങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അടുക്കി കാണിച്ചു തരാം. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ സ്റ്റോൺ ചെയിന് വെച്ച് ഇങ്ങനെ ഇത് വെച്ചപ്പോഴേക്കും ത്രെഡ് വർക്കും കൂടെ ചെയ്തപ്പോഴേക്കും സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി 120 രൂപ കൊടുത്തൊന്നും ഞാനിനി വാങ്ങിക്കില്ല, ഇതേപോലെ തന്നെ ഞാനിനി ചെയ്ത് നോക്കും. വളയുടെ ബേസ് 35 രൂപയും. ഇപ്പോൾ ത്രെഡ് ഇപ്പോൾ വാങ്ങിച്ചാലും വളരെ വലിയ പൈസയൊന്നും ആവില്ല സിൽക്ക് ത്രെഡിനൊന്നും. അത് കുറച്ച് നാളത്തേക്ക് അത് നമുക്ക് കുറേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അത്രയും പൈസയൊന്നും കൊടുക്കണ്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഡ്രസ്സിന് മാച്ചിനായിട്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടമായെങ്കിലൊന്ന് പറയണം. നല്ല രസമാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പേഴ്സണലി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇതിനെ നമ്മൾ ഫസ്റ്റ് ഇത് വാങ്ങിച്ചപ്പം ഈ വളയുടെ ബേസ് വാങ്ങിച്ചപ്പോൾ തന്നെ ഒരു കവറുണ്ടല്ലോ, അതിലിട്ടൊക്കെ കാണിച്ചു തരാം. അപ്പം ഇതേപോലെ ഞാൻ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നടുക്ക് ത്രെഡ് വർക്ക് വരുന്നതും അപ്പുറത്തും ഇപ്പുറത്തും സ്റ്റോൺ വരുന്നതും കൂടെ വെച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയല്ലേ കടയിലൊക്കെ സാധാരണ ഇതുപോലെയൊക്കെ കിട്ടുക, ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് ഞാൻ കവറിൽ വെച്ച് കാണിച്ചു തരാം കേട്ടോ. കവറിൽ വയ്ക്കുമ്പോഴേക്കും ഇപ്പം വാങ്ങിച്ചിട്ട് വന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറച്ചും കൂടെ ഉണങ്ങാനുണ്ട്, ഉണങ്ങുമ്പോഴേക്കും എല്ലാം ഇത് സ്റ്റോണൊക്കെ നല്ല സെറ്റായി വന്നോളും. ഇതേപോലെ പിന്നെ കവറിലിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഇതുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്